നമസ്കാരം. മലയാള മാധ്യമ രംഗത്ത് ഒരു പുതിയ മാറ്റത്തിന് തുടക്കമാകുന്ന ഒരു വാർത്തയാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. സ്വതന്ത്ര മാധ്യമ പ്രവർത്തനത്തിനും മാധ്യമ പ്രവർത്തകരുടെ അവകാശങ്ങൾക്കും പുതിയൊരു അർത്ഥം നൽകുന്ന പുതിയൊരു ന്യൂസ് ചാനൽ തുടങ്ങുകയാണ് ബിഗ് ടി വി മലയാളം. ബിഗ് ടി വി മലയാളം ഉടൻ പ്രവർത്തനം ആരംഭിക്കാൻ ഒരുങ്ങുകയാണ്. ജേർണലിസ്റ്റ് നിഷ്ഠ, നിഷ്പക്ഷത, മനുഷ്യാവകാശ സംരക്ഷണം എന്നിവയാണ് ചാനലിന്റെ പ്രധാന ദൗത്യങ്ങൾ. ബിഗ് ടി വി നെറ്റ്വർക്കിന്റെ ഭാഗമായ തെലുങ്ക് ന്യൂസ് ചാനൽ ഇതിനകം തന്നെ ശ്രദ്ധേയമായ സാന്നിധ്യം നേടിയിട്ടുണ്ട്. അതിന്റെ തുടർച്ചയാണ് മലയാളം ന്യൂസ് ചാനൽ ആരംഭിക്കുന്നത്. ബിഗ് ടി വി മലയാളം ന്യൂസിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇതൊരു സാധാരണ മാധ്യമ സ്ഥാപനം പോലെയല്ല. ഇവിടെ ജോലി ചെയ്യുന്ന മാധ്യമ പ്രവർത്തകർ തന്നെയാണ് ഈ നെറ്റ്വർക്കിന്റെ ഓഹരി ഉടമകൾ. കേരള മാധ്യമ ചരിത്രത്തിൽ ആദ്യമായി സ്റ്റാഫ് തന്നെയാണ് ഉടമകൾ തന്നെയാണ് സ്റ്റാഫ്. ഇതാണ് ബിഗ് ടി വിയുടെ മുഖമുദ്ര. ഇത് മാധ്യമ പ്രവർത്തകർക്ക് യഥാർത്ഥ പ്രവർത്തന സ്വാതന്ത്ര്യവും തൊഴിൽ സുരക്ഷയും ദീർഘകാല സാമ്പത്തിക സ്ഥിരതയും ഉറപ്പാക്കുന്ന ഒരു പുതിയൊരു മോഡലാണ്. രാഷ്ട്രീയമോ വാണിജ്യ സമ്മർദ്ദങ്ങളോ ഇല്ലാതെ വാർത്തകൾ അവതരിപ്പിക്കാനാണ് ബിഗ് ടി വി മലയാളം ലക്ഷ്യമിടുന്നത്. ജനങ്ങളുടെ ശബ്ദമാകുന്ന സത്യത്തിനെ നിലകൊള്ളുന്ന ഒരു മാധ്യമം എന്ന നിലയിലാണ് ഈ സംരംഭം മുന്നോട്ട് പോകുന്നത്. മാധ്യമരംഗത്ത് ഒരു പുതിയ പ്രവർത്തന മാതൃകയുമായി ബിഗ് ടി വി മലയാളം വരുമ്പോൾ ഇത് കേരള മാധ്യമ ചരിത്രത്തിൽ ശ്രദ്ധേയമായ ഒരു അധ്യായമാകുമോ എന്ന് നമുക്ക് കാത്തു നോക്കാം. മലയാള മാധ്യമ രംഗത്ത് മുഴുവൻ സമയ വാർത്താ ചാനലുമായി ആദ്യം ആരംഭിച്ചത് ഇന്ത്യ വിഷൻ ആയിരുന്നു. തുടർന്ന് ഇങ്ങോട്ട് മനോരമ ന്യൂസ്, മാതൃഭൂമി ന്യൂസ്, അങ്ങനെ ഒട്ടനേകം ചാനലുകൾ വന്നെങ്കിലും ചാനലുകളുടെ എല്ലാം ആ ഒരു ലുക്കിലും മാറ്റത്തിലും എല്ലാം ഒരു അർത്ഥം വന്ന് പുതിയൊരു ചാനൽ തുടങ്ങിയത് 24 ന്യൂസ് ആയിരുന്നു. ഇത്തരം ചാനലുകൾക്കെല്ലാം പിറകിലുള്ള ഒരു വ്യക്തിയെ നമ്മൾ മറന്നുപോയിരിക്കുന്നു. അനിൽ അയിരൂർ. ഇദ്ദേഹമായിരുന്നു മഴവിൽ മനോരമയുടെ ചാനൽ കോർഡിനേറ്റർ. അതിന് മഴവിൽ മനോരമയുടെ ചാനലിലെ പ്രധാന ബാക്കൻഡായിട്ട് പ്രവർത്തിച്ചിരുന്നത് ഇദ്ദേഹമായിരുന്നു. ഇദ്ദേഹം ശ്രീകണ്ഠൻ നായരോടൊപ്പം ഫ്ലവേഴ്സ് എന്നൊരു പുതിയൊരു ചാനൽ തുടങ്ങിയായിരുന്നു. എന്റർടൈൻമെന്റ് രംഗത്ത് ഫ്ലവേഴ്സ് മറ്റൊരു മാറ്റമാണ് കൊണ്ടുവന്നിരുന്നത്. അതുപോലെ തന്നെ ഫ്ലവേഴ്സിന് ശേഷം ഇതേ കമ്പനി തന്നെ 24 എന്നൊരു ന്യൂസ് ചാനൽ കൂടി രംഗത്ത് വന്നപ്പോൾ ഇതിന്റെ ചുക്കാൻ പിടിച്ചതും അനിൽ അയിരൂരായിരുന്നു. ഇതേ അനിൽ അയിരൂർ തന്നെയാണ് ഇപ്പോൾ ബിഗ് ടി വി ന്യൂസുമായി രംഗത്തെത്തിയിരിക്കുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അപ്ഡേറ്റുകളെല്ലാം നമുക്ക് വരും ദിവസങ്ങളിൽ തന്നെ ലഭ്യമാകുന്നതാണ്. ഇപ്പോൾ തന്നെ ഒട്ടനേകം മാധ്യമ പ്രവർത്തകർ ഈ ചാനലിന്റെ ഭാഗമായിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം മലയാളത്തിൽ നിന്നും രാജിവെച്ചിറങ്ങിയ ലക്ഷ്മി പത്മ അടക്കം ഒട്ടനേകം പ്രമുഖരായ മാധ്യമ പ്രവർത്തകരെയാണ് ബിഗ് ടി വി ലക്ഷ്യമിടുന്നത്. ഏതൊക്കെ ചാനലിൽ ആരൊക്കെ ഈ ഒരു പുതിയ ചാനലിന്റെ ഭാഗമാവുന്ന വരും ദിവസങ്ങളിൽ തന്നെ നമുക്കറിയാം. ഇപ്പോൾ തന്നെ പ്രമുഖ മാധ്യമ പ്രവർത്തകരെല്ലാം ഈ ഒരു ബിഗ് ടി വിയുടെ ഭാഗമായിട്ടുണ്ട്. മലയാളം 24 നിന്നും ലക്ഷ്മി പത്മയും അതുപോലെ മീഡിയ വണ്ണിൽ നിന്നും വേണു ബാലകൃഷ്ണൻ തുടങ്ങിയ പ്രമുഖരെല്ലാം ഇപ്പോൾ തന്നെ ഈ ഒരു ചാനലിന്റെ ഭാഗമായിട്ടുണ്ട്. വരും ദിവസങ്ങളിലെല്ലാം ഏതൊക്കെ മാധ്യമ പ്രവർത്തകർ ഈ ചാനലിന്റെ ഭാഗമാവുമെന്ന് നമുക്ക് കണ്ടറിയാം. എന്തായാലും അണിയറയിൽ ഒരുങ്ങുന്ന ഈ ഒരു പുതിയ ചാനലിന് എല്ലാവിധ ആശംസകളും നേരുകയാണ്. അനിൽ അയിരൂരിന്റെ പുതിയ ദൗത്യങ്ങൾ വിജയമാകട്ടെ എന്ന് ആശംസിക്കുന്നു. എന്തായാലും മലയാളത്തിൽ ഇനിയൊരു പുതിയൊരു ചാനലിന് സ്കോപ്പ് ഉണ്ടോ എന്ന് നമ്മൾ റിപ്പോർട്ടർ സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ നമ്മൾ ചോദിച്ചതാണ്. അതേ ചോദ്യം വീണ്ടും ചോദിക്കുന്നു. പക്ഷേ റിപ്പോർട്ടർ ഇപ്പോൾ 1ാമതോ 2ാമതോ സ്ഥാനത്താണ് വന്ന് നിൽക്കുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് വിചാരിക്കും. പുതിയ വീഡിയോകൾക്കും പുതിയ ഇൻഫർമേഷനും വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയൊരു വീഡിയോയുമായി കാണും വരെ സൈനിങ് ഓഫ് ബൈ സലീഷ്.